ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا أإذا كنا عظاما ورفاتا فإنا لمبعوثون خلقا جديدا قل كونوا حجارة أو حديدا أو خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم أول مرة. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മതയോടെ ജീവിക്കാൻ പരിശ്രമിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ രാപ്പകലുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റമദാനിന്റെ അവസാന നിമിഷം വരെ നമ്മൾ റമദാനിലാണുള്ളത് എന്ന ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. കാരണം വിശുദ്ധ റമദാൻ എന്നത് വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു മികച്ച അവസരവും വലിയ കാരുണ്യവും അനുഗ്രഹവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ ഒരു പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞതായി സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കേട്ടവരും മനസ്സിലാക്കിയവരുമാണ് നമ്മൾ എല്ലാവരും. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുവേ, ഒരാൾക്ക് റമദാനിൽ ജീവിക്കാൻ അവസരമുണ്ടായി, ആ റമദാൻ മുഖേന അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ലെങ്കിൽ അവർ നരകത്തിൽ പ്രവേശിക്കട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. അഥവാ പരിശുദ്ധ റമദാൻ എന്തിനാണ് എന്നതിന്റെ ഉത്തരമാണ് നമ്മൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ പാകപ്പിഴവുകളും, ആ പാകപ്പിഴവുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ വിധിച്ച ശിക്ഷകളിൽ നിന്നുള്ള മോചനം, പാപങ്ങളിൽ നിന്നുള്ള മോചനം, അതാണ് പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം. നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും കാലുകൾ കൊണ്ടും കൈകൾ കൊണ്ടും സമ്പത്തും സമയവും അധികാരവും സന്താനങ്ങളും അങ്ങനെ അള്ളാഹു നമുക്ക് നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽ പലതും നമ്മൾ ഇന്നുവരെ ഉപയോഗിച്ചത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങൾക്കും വേണ്ടി അതെല്ലാം പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മോട് എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞോ അതിന് നേർവിപരീതമായ ജീവിതം ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയും അതിന്റെ പാപഭാരം വഹിക്കുകയും ചെയ്യുന്ന നിർഭാഗ്യവാന്മാരായ നമുക്ക് ആ പാപങ്ങളുടെ എല്ലാം ഭാരം ഇറക്കി വെക്കാനും ആ പാപങ്ങൾ മനസ്സിലുണ്ടാക്കിയ കറകൾ കഴുകിക്കളയാനും പരിശുദ്ധ റമദാനിനോളം വലിയ ഒരു അവസരം വേറെയില്ല. അതുകൊണ്ട് റമദാൻ അവസാന നിമിഷം വരെ ഞാൻ റമദാനിലാണ് ഉള്ളത് എന്ന ബോധം നമുക്കുണ്ടാവണം. അതിനെ ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വിഷയം മരണാനന്തര ജീവിതത്തെ കുറിച്ചാണ്. ലോകത്ത് മനുഷ്യരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വസിക്കാത്തതും എന്നാൽ പരമമായ സത്യമായതുമായ കാര്യമാണ് മരണത്തിനപ്പുറം ഒരു ജീവിതമെന്ന്. പലപ്പോഴും പ്രവാചകന്മാർ പരലോകത്തെ കുറിച്ച്, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുമ്പോഴെല്ലാം അവർ അതിനെ നിഷേധിക്കുന്ന പ്രവണതയാണ് കണ്ടത്. കാരണം അവർക്ക് ഉൾക്കൊള്ളാനേ കഴിഞ്ഞില്ല.
മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരം മണ്ണിൽ കൊണ്ടുപോയി കബറടക്കി കഴിഞ്ഞാൽ ഏതാനും ദിനങ്ങൾക്കുള്ളിൽ ആ ശരീരം മണ്ണു കാർന്നു തിന്നു കഴിഞ്ഞാൽ ചിതലും പുഴുക്കളും അതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് മനുഷ്യൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നൊരു ചോദ്യം അവരുടെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാണ്. മനുഷ്യന്റെ സംശയം പ്രവാചകന്മാരോട് മരണത്തിന് ശേഷം ഒരു ജീവിതം എന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള അവരുടെ സംശയം അവർ പ്രകടിപ്പിക്കുകയാണ്. അവർ പറഞ്ഞത് നമ്മളൊക്കെ മരിച്ച് ആ ശരീരത്തിൽ നിന്ന് എല്ലുകളിൽ നിന്ന് മാംസമെല്ലാം വേർപെട്ട് മാംസമെല്ലാം അഴുകിപ്പോയി അത് എല്ലായി ആ എല്ലുകളെല്ലാം ജീർണിച്ചു പോയതിനു ശേഷവും നമ്മൾ പുതിയൊരു സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ? ഇതായിരുന്നു അവരുടെ സംശയം. ഇതാണ് അവർ ചോദിച്ചത്. അവർ ചോദിച്ചത് അറിയാൻ വേണ്ടിയല്ല, മറിച്ച് പരിഹസിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ മരിച്ചു മണ്ണായി കഴിഞ്ഞതിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ? ഒരിക്കലും അത് സാധ്യമല്ല. പരമാവധി ഖുർആൻ പറഞ്ഞത് ജഹദ ഈമാനിഹിം, അവർക്ക് കഴിയാവുന്നിടത്തോളം ആണയിട്ട് അവർ പറഞ്ഞു ഒരിക്കലും മനുഷ്യൻ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. അതിൽ ഖുർആൻ കൊടുത്ത മറുപടി ഖുൽ കൂനു ഹിജാറതൻ ഔ ഹദീദൻ ഔ ഹൽകൻ മിമ്മാ യഖ്ബുറു ഫീ സുദൂരിക്കും. ഇനി നിങ്ങൾ സാധാരണ വളരെ ലഘുവായ ലളിതമായ മനുഷ്യ ജീവിതം എന്നല്ല, ഇനി നിങ്ങൾ കല്ലായാലും ഇരുമ്പായാലും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഏറ്റവും വലിപ്പമുള്ള ഒരു ജീവിയെ സങ്കല്പിക്കുക. ആ ജീവിയാണ് നിങ്ങളെങ്കിലും നിങ്ങൾ മരിച്ചാൽ ആ മണ്ണിൽ നിങ്ങളുടെ ശരീരം അമർന്നു പോയാൽ എല്ലുകൾ ദുർബലമായി നുരുമ്പിയാലും അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അള്ളാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പൊ അവർ ചോദിച്ചു, ആരാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക? ആരാണ് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക? അതിന് ഖുർആൻ കൊടുത്ത മറുപടി അല്ലദീ ഫതറക്കും അവ്വല മറ. ആരാണോ ആദ്യമായി സൃഷ്ടിച്ചത് അവൻ. ആദ്യമായി ആരാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ മനുഷ്യനെ രണ്ടാമതും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിവുള്ളവനാണെന്നാണ്. പ്രവാചകന്മാരോട് അവർ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? മനുഷ്യൻ മരിച്ചു മണ്ണായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ജീവിതമോ? അതിവിദൂരം, ഒരിക്കലും സംഭവ്യമല്ല, അസംഭവ്യം എന്നവർ പ്രവാചകന്മാരോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ അവർക്കൊക്കെ മറുപടി കൊടുത്തു. നിങ്ങൾ ഊഷരമായ ഭൂമിയിലേക്ക് മഴ പെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഉണങ്ങിയ ഭൂമി, ഒരു പുൽനാമ്പ് പോലും മുളച്ചു കാണാത്ത, ഒരു പച്ചപ്പ് പോലും ദൃശ്യമല്ലാത്ത ഭൂമിയിലേക്ക്, ഉണങ്ങി വരേണ്ട ഭൂമിയിലേക്ക് ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോ അതാ സസ്യങ്ങൾ, പച്ച പിടിച്ച സസ്യങ്ങൾ ഇങ്ങനെ പൊട്ടിമുളയ്ക്കുന്നത് പോലെ മനുഷ്യനെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് മനുഷ്യ ബുദ്ധിയോട് സംവദിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. വിശ്വാസികളെ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതാണ്. വല്ലദീനഹും ബിൽ ആഖിറതി ഹും യൂഖിനൂൻ. ആരാണ് മുത്തഖി? ആരാണ് മുഅ്മിൻ? ആരാണ് സത്യവിശ്വാസി? പരലോകത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസി എന്നാണ് ഖുർആൻ പറഞ്ഞത്. മരണത്തിന് ശേഷമുള്ള മരണാനന്തര ജീവിതത്തിൽ, സംഭവ്യമായ മരണാനന്തര ജീവിതത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ മുത്തഖികൾ, യഥാർത്ഥ മുഅ്മിനുകൾ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. ഈ പരലോക വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ എത്ര എഫക്ട് ചെയ്യുന്നുവോ, എത്ര സ്വാധീനിക്കുന്നുവോ, അതാണ് നമ്മുടെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുക. നമ്മുടെ ഐഹിക ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുക പരലോക വിശ്വാസം നമ്മുടെ ഹൃദയങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോക വിശ്വാസത്തെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തിയാണ് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അവരിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചത് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നവരെ ബോധ്യപ്പെടുത്തിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ സത്യസന്ധനായ ഒരു പ്രവാചകനിൽ നിന്ന് അവർ കേട്ട വാക്യങ്ങൾ അവർ ഹൃദയത്തിൽ സ്വീകരിച്ചു. അവർക്ക് ഉറപ്പായിരുന്നു മരണത്തിന് ശേഷം ജീവിതം ഉണ്ടാകുമെന്ന്. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതേ മാറ്റമാണ്, അല്ലെങ്കിൽ അതേ മരുന്നാണ് നമ്മൾ ഐഹിക ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിൽ
നമുക്കും സ്വാധീനം ചെലുത്താവുന്ന ഒന്ന്. ഖുർആൻ പറഞ്ഞു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും. എല്ലാ ആത്മാക്കളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ആത്യന്തികമായ ഫലം ലഭിക്കുക മരണാനന്തരമുള്ള പരലോകത്താണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. അന്ന് ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവർ വിജയിച്ചു, അവർ വിജയിച്ചു. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, പരമമായ സത്യമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഐഹിക ജീവിതമുണ്ടല്ലോ, അത് വഞ്ചനയുടെ ചരക്കു മാത്രമാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. മനുഷ്യരെ, നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ദുനിയാവിനാണ്. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, എന്നാൽ പരലോകമാവട്ടെ അതാണ് എന്നെന്നും നിലനിൽക്കുന്നത്, ഏറ്റവും ഉത്തമമായ. യുഹിബ്ബൂനൽ ആജില വയദറൂനൽ ആഖിറ, നിങ്ങൾ ക്ഷണികമായ ഐഹിക ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, അതിന് പ്രാധാന്യം കൊടുക്കുന്നു, അതിനുവേണ്ടി ജീവിക്കുന്നു. വയദറൂനൽ ആഖിറ, പരലോകത്തെ നിങ്ങൾ വെറുക്കാൻ, പരലോകത്തെ നിങ്ങൾ അവഗണിക്കുകയാണ്. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ. നമ്മുടെ നിലപാട് ഖുർആൻ പറഞ്ഞു. നിങ്ങളുടെ നിലപാട് എന്താണ്? നിങ്ങൾ വിചാരിക്കുന്നത് ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ വലാ നബഅത്. എന്താ നമ്മുടെ നിലപാട്? ജീവിതം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഐഹിക ജീവിതമാണ്. മരണത്തിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയോ അങ്ങനെയൊന്നില്ല എന്നാണ് മനുഷ്യരിൽ ഭൂരിപക്ഷവും വിചാരിക്കുന്നത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, ദൃഢമായ ബോധ്യമുണ്ടാവണം, മരണത്തിനപ്പുറം ജീവിതം ഉണ്ടാകും. നമ്മളെ നിഷേധിച്ചാലും നമ്മളെ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഉറപ്പാണ് മരണത്തിനപ്പുറം മരിക്കാത്ത ഒരു ജീവിതം, അനശ്വരമായ ഒരു ജീവിതം ഉണ്ടാകും. അതിന്റെ വിശാലത എത്രയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. ഒരു യാത്രയിൽ വാഹനത്തിൽ ഒരു കടലിലൂടെ സഞ്ചരിക്കുന്ന പ്രവാചകൻ, സഹാബത്തും കൂടെയുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ആ കടലിൽ തന്റെ വിരലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ ഉയർത്തി സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്റെ വിരൽ തലപ്പിൽ എത്ര ജലകണികകൾ ഉണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, റസൂലേ, 1-2 തുള്ളി ഉണ്ടാവും. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ പാരാവാരമോ ഈ സമുദ്രമോ? അവർ പറഞ്ഞു, ഒരുപാട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാണ് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഉദാഹരണം. എന്റെ വിരൽ തലപ്പിൽ പറ്റിപ്പിടിച്ച ജലകണികകൾ ഉണ്ടല്ലോ, അതാണ് ദുനിയാവ്. ഈ കാണുന്ന പാരാവാരമുണ്ടല്ലോ, സമുദ്രം ഉണ്ടല്ലോ, അതാണ് പരലോകം. അറ്റമില്ലാതെ അനശ്വരമായി നീണ്ടു കിടക്കുന്ന ഒരു പരലോകത്തേക്ക് യാത്ര പോവേണ്ടവരും അവിടെ ജീവിക്കേണ്ടവരുമാണ് നമ്മളെന്ന തിരിച്ചറിവ്, നമ്മളെന്ന ദൃഢമായ ബോധ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് പാൽക്കാരി പെൺകുട്ടികൾ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് സഹാബിമാരിൽ വളരെ ദാനധർമ്മിഷ്ഠരായ മനുഷ്യരുണ്ടായത്, സൽക്കർമ്മകാരികൾ ഉണ്ടായത്, അവർ ജീവിതത്തിൽ തെറ്റുകളെ ഭയപ്പെട്ടൊരു ജനതയുണ്ടായത് ഈ ദൃഢമായ പരലോക വിശ്വാസമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ഓരോ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിയത് പരലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചിലപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മിമ്പറിൽ കയറി ഉറക്കെ പറയത്രേ, ഞാൻ ഖത്താബിന്റെ മകൻ ഉഖാദയിൽ തമ്മാടിയായി നടന്ന ആൾ. ഒരു മുൻകരുതലും ഇല്ലാതെ പള്ളിയുടെ മെമ്പറിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുന്ന ഉമറിനോട് ഒരിക്കൽ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ഉമർ, എന്ത് പറ്റി? നിങ്ങൾ എന്താണ് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മെമ്പറിൽ കയറി ഞാൻ ഖത്താബിന്റെ മകനാണെന്നും എന്റെ ഭൂതകാലം ഇങ്ങനെയായിരുന്നു ഒക്കെ നിങ്ങൾ പറയുന്നത് എന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ എന്റെ അധികാരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എപ്പോഴെങ്കിലും ഒക്കെ എന്റെ മനസ്സിലേക്ക് ഒരു അനാനിയത്ത് കടന്നു വരുമോ എന്ന പേടിയാണ്, ഞാൻ വളരെ നിസ്സാരനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ യാത്രയിൽ ഇങ്ങനെ നടക്കുകയാണ്, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനുള്ള നടപ്പാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കുടിലിൽ നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ശക്തമായ കരച്ചിലാണ്, സഹിക്കവയ്യാതെ ആ കുടിലിന്റെ വാതിലിൽ ഉമർ റളിയല്ലാഹു അൻഹു മുട്ടുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ വാതിൽ തുറക്കുമ്പോ കാണുന്ന കാഴ്ച ഒരു പിഞ്ചു പൈതൽ, മുലകുടി മാറാത്ത ഒരു പിഞ്ചു പൈതൽ വാവിട്ട് നിലവിളിക്കുന്നു. അതിന്റെ ഉമ്മ അതിനെ ഉറക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു
റളിയല്ലാഹു അൻഹു കുപിതനായി ആ ഉമ്മയോട് ചോദിക്കാണ്, കുറച്ച് പാല് കൊടുത്തൂടെ, ആ കുട്ടിക്ക് കുറച്ച് മുല കൊടുത്തൂടെ, എന്നിട്ട് ഉറക്കിക്കൂടെ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്പം ദേഷ്യത്തോടെ ആ പെണ്ണ് പ്രതിവചിക്കുകയാണ്. ഉമറാണെന്ന് അറിഞ്ഞൂടാ, നിങ്ങൾക്കറിയില്ലേ? ഈ നാടിന്റെ നിയമം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഉമർ ഖലീഫയുടെ പുതിയ നിയമ പരിഷ്കാരം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? മുലകുടി മാറാത്ത കുട്ടികൾക്ക് പ്രവേശനമില്ല എന്നാണ് ഉമറിന്റെ പുതിയ നിയമം. ഞാൻ എന്റെ കുട്ടിക്ക് മുലകുടി മാറ്റാൻ ശ്രമിക്കാൻ. കാരണം എന്റെ കുട്ടിയുടെ റേഷൻ കൂടി കിട്ടിയാൽ മാത്രമേ പട്ടിണിയില്ലാതെ ജീവിക്കാൻ പറ്റൂ. ഉമർ റളിയല്ലാഹു അൻഹുവിന് വെളിച്ചമുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തിരികെ പോയി അദ്ദേഹം പ്രഭാതം വരെ കരഞ്ഞു കഴിച്ചുകൂട്ടി. പ്രഭാതം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി ഉമർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഇന്നു മുതൽ ഈ നാട്ടിൽ ജനിച്ചു വീണ എല്ലാ കുട്ടികൾക്കും റേഷൻ ഉണ്ടാകും. അല്ലാഹുവേ, ഉമറിന്റെ കിരാതമായ ഈ നിയമം മൂലം എത്രയെത്ര കുട്ടികളായിരിക്കും കരഞ്ഞിട്ടുണ്ടാവുക, എത്രയെത്ര ഉമ്മമാരായിരിക്കും കുട്ടികളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നാലോചിച്ചു കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ സൃഷ്ടിച്ചത് പരലോകമെന്ന ബോധമാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരിക്കൽ നടക്കുമ്പോഴാണ് ആ പാൽക്കാരി പെൺകുട്ടിയുടെ നമുക്കൊക്കെ അറിയാവുന്ന ആവേശത്തോടുകൂടി മാത്രം കേൾക്കാൻ കഴിയുന്ന ഈമാനിന്റെ അതിമഹത്തായ ഒരു കഥ നമ്മൾ കേൾക്കുന്നത്. പാലിൽ വെള്ളം ചേർക്കാനുള്ള ഉമ്മയുടെ കൽപ്പനയോട്, വേണ്ട ഉമ്മ, ഉമറിന്റെ നിയമമുണ്ട്, പാലിൽ വെള്ളം ചേർക്കരുതെന്ന്. അതിനെവിടെ ഉമറിന്റെ പട്ടാളം എവിടെ? ആര് കാണാൻ, ആരറിയാൻ? അല്പം വെള്ളം ചേർത്താൻ ആരും അറിയില്ല മോളെ. അള്ളാഹു കാണൂലെ ഉമ്മ, അള്ളാഹു അറിയില്ലേ ഉമ്മ എന്ന് തിരികെ ചോദിക്കുന്ന ഒരു പെൺകുട്ടിയെ ലോകത്തിന് സംഭാവന ചെയ്തത് പരലോക വിശ്വാസമാണ്, ദൃഢമായ പരലോക വിശ്വാസമാണ്. നമ്മളും ഹൃദയത്തിൽ അണയാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു ദീപമാണ് പരലോക വിശ്വാസം എന്ന്. തീർച്ചയായും മരണത്തിനപ്പുറം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒരു കവി പാടുകയുണ്ടായി, വലിയ ബുദ്ധിജീവികൾ എന്നോട് പറഞ്ഞത് മരിച്ചതിന് ശേഷം ജീവിക്കൂല എന്നാണ്, മരണപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടൂല എന്നാണ് അവരൊക്കെ പറഞ്ഞത്. എന്നാൽ ഞാൻ പറയുന്നു, മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇനി അവർ പറഞ്ഞതുപോലെയാണ് ശരിയെങ്കിൽ, മരണപ്പെട്ടതിന് ശേഷം ജീവിതം ഇല്ല എന്ന അവരുടെ വാദമാണ് ശരിയെങ്കിൽ, എനിക്കൊരു നഷ്ടവും വരാൻ പോണില്ല. ഇനി ഞാൻ പറഞ്ഞതാണ് ശരിയെങ്കിലോ നഷ്ടം അവർക്കാണ്. അതുകൊണ്ട് വിഷണ കൊണ്ട് ചിന്തിച്ചാലും പ്രമാണങ്ങൾ എടുത്തു വെച്ചാലും ഉറപ്പാണ് മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞത് എങ്ങനെയാണ്? ആര് നിങ്ങളോട് കളവ് പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കളവ് പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹിയ ഇല്ലാ വഹ്യുഹാ. വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മതകാര്യങ്ങൾ പഠിപ്പിച്ചു. ആ പ്രവാചകൻ പറഞ്ഞു, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ. സ്വർഗ്ഗം സത്യമാണ്, നരകം സത്യമാണ്, വിചാരണ സത്യമാണ്. ആരെയാണ് അല്ലാഹു നരകത്തിലിടുക, ആരെയാണ് അല്ലാഹു സ്വർഗ്ഗത്തിലാക്കുക? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ആ കാര്യം നമ്മളെ പഠിപ്പിച്ചു. നമുക്ക് പരിചയമുള്ള സൂറത്തു മുൽക്ക്, ആ മുൽക്കിൽ ജീവിതം എന്താണ്, എന്തിനാണ് ജീവിതം എന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല വിശ്വാസം സ്വീകരിക്കുന്നത്, ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും നന്നായി സംസ്കാരമുള്ളവനാകുന്നത്, ഏറ്റവും നല്ല നിലപാട് സ്വീകരിക്കുന്നത്, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആര് എന്നറിയാനാണ് അല്ലാഹു ജീവിതവും മരണവും നിങ്ങൾക്ക് സംവിധാനിച്ചത്. അതിനുവേണ്ടിയാണ് ജീവിതം. ബാക്കിയെല്ലാം ബോണസാണ്. ജീവിക്കാനുള്ള ഈ പരീക്ഷണാലയത്തിൽ നമ്മെ ജീവിപ്പിക്കുന്ന ചില ബോണസുകൾ മാത്രമാണ് സമ്പത്തും സന്താനങ്ങളും ഒക്കെ. ജീവിതം പരമമായി പരീക്ഷണമാണ്, റസൂലുള്ളാഹി പറഞ്ഞു, ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ദുനിയാവിൽ നാം ചെയ്യുന്ന കൃഷിയുടെ ഫലങ്ങൾ കൊയ്യുക പരലോകത്ത് വെച്ചാൽ.
അപ്പോ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഒരുക്കിയിട്ടുള്ളത്, ആർക്കാണ് സ്വർഗ്ഗമുള്ളത്. വല്ലദീന കഫറൂ ബിറബ്ബിഹിം അദാബു ജഹന്നം വബിഇസൽ മസീർ. അല്ലാഹുവിനെ നിഷേധിച്ചവർ, അല്ലാഹുവിനെ അവിശ്വസിച്ചവർ, അദാബു ജഹന്നം അവർക്കാണ് ജഹന്നമിലെ ശിക്ഷയുള്ളത്. വബിഇസൽ മസീർ, എത്ര മോശമായ സങ്കേത സ്ഥാനമാണെന്നറിയുമോ നരകം. ഇദാ ഉൽഖൂ ഫീഹാ സമിഊ ലഹാ ഷഹീഖൻ വഹിയ തഫൂർ. ഇദാ ഉൽഖൂ ഫീഹാ, അതിലേക്ക് അവർ കൂട്ടം കൂട്ടമായി സംഘം സംഘമായി അതിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അതിൽ നിന്നൊരു ഇരമ്പൽ, നരകത്തിന്റെ ഒരു ഇരമ്പൽ അവർക്ക് കേൾക്കാം. തകാദു തമയ്യസു മിനൽ ഗൈള്, കോപം കൊണ്ടുള്ള ഒരു ഇരമ്പലാണ്. അതിശക്തമായ കോപത്താൽ ആ നരകം കത്തിച്ചൊലിക്കുന്നതാണ്. ഇദകുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഹസനതുഹാ അലം യഅതികും നദീർ. ഓരോ സംഘങ്ങളെ ആ നരകത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോ അതിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുമത്രേ, അലം യഅതികും നദീർ, താക്കീതുകാർ വന്നില്ലായിരുന്നോ, പ്രവാചകന്മാർ വന്നില്ലായിരുന്നോ, വേദഗ്രന്ഥങ്ങൾ വന്നില്ലായിരുന്നോ, നന്നായി ജീവിക്കണമെന്ന് ഉപദേശിക്കുന്ന മാർഗദർശകർ വന്നില്ലായിരുന്നുവോ? അവർ പറയും അതെ വന്നിരുന്നു. ഖദ് ജാഅനാ നദീർ, പ്രവാചകന്മാർ, താക്കീതുകാർ, വേദഗ്രന്ഥങ്ങൾ, പണ്ഡിതന്മാർ വന്നിരുന്നു. വലാകിൻ, പക്ഷേ ഞങ്ങൾ ഫകസ്സബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ അൻതും ഇല്ലാ ഫി വലാലിൻ കബീർ, ഞങ്ങൾ അതിനെ എല്ലാം നിഷേധിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പ്രവാചകന്മാർ മനുഷ്യനെ ഭയപ്പെടുത്താണ്, മനുഷ്യനെ മയക്കുന്ന ചില മാരണങ്ങളാണ്, കറുപ്പാണ് ഈ മതം, അല്ലെങ്കിൽ പ്രവാചകന്മാർ, അല്ലെങ്കിൽ ദീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, ജീവിതത്തെ കുറിച്ച് ശരിയായി ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഗതി വരുമായിരുന്നില്ലല്ലോ എന്ന് മനുഷ്യൻ അവിടെ വെച്ച് പറയുമെന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണ്? ഒരു കളിക്ക് വേണ്ടി, ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരു നേരം പോക്കിന് വേണ്ടി ആണ് അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, ആ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടൂല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും ബുദ്ധിമാനായ ഒരു സത്യവിശ്വാസിയുടെ മറുപടി എന്താണ്? അല്ലാഹുവേ, തീർച്ചയായും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നിയതമായ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്റെ പിന്നിൽ. ഞങ്ങൾ നിന്നിലേക്ക് വരും. വിശ്വാസികളോട് ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. വിശ്വാസികളെ, സമ്പത്തിനു വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ, സന്താനങ്ങളെ പോറ്റാനുള്ള ഓട്ടത്തിനിടയിൽ നിങ്ങൾ അല്ലാഹുവിനെ മറക്കരുതേ, അല്ലാഹുവിനെ നിങ്ങൾ വിസ്മരിക്കരുതേ, നിസ്കരിക്കാൻ മറക്കരുതേ, നോമ്പെടുക്കാൻ മറക്കരുതേ, ഹലാലും ഹറാമും പരിഗണിക്കാതെ ജീവിക്കരുതേ. മനുഷ്യരോട്, വിശ്വാസികളോട് അല്ലാഹു പറയാ, അങ്ങനെ സംഭവിച്ചു പോയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ മറന്നുപോയാൽ, അല്ലാഹുവിനെ ഓർക്കാൻ നിങ്ങൾ മറന്നുപോയാൽ, ധാർമ്മികമായി ജീവിക്കാൻ നിങ്ങൾ വിസ്മരിച്ചു പോയാൽ, അവർ നഷ്ടക്കാരാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് മരണമെത്തുന്നതിന് മുമ്പ്, നിങ്ങളിലേക്ക് അവസാന നിമിഷം കടന്നു വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് അധ്വാനിക്ക്, നിങ്ങൾ ചെലവഴിക്ക്, നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവ്. അപ്പോൾ മരണം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചുകൂടി സമയം തരാമോ അല്ലാഹ്. എന്തിനാണെന്നറിയോ? അല്ലാഹു ഇത് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരുന്നത് നമ്മൾ ചിന്തിക്കാനാണ്, നമ്മൾ ആലോചിക്കാനാണ്, നമ്മുടെ ജീവിതം അങ്ങനെ നിരാശയിൽ പെടാതിരിക്കാനാണ്. നമ്മൾ വിശ്വാസിയായിരുന്നു, പക്ഷേ ആ വിശ്വാസം മനസ്സിലുണ്ടെങ്കിൽ പോലും പരലോകത്തെ കുറിച്ചുള്ള
ദൃഢമായ ബോധ്യം, ഈമാൻ കുറഞ്ഞു പോയതുകൊണ്ട് നമുക്ക് സംഭവിച്ച അബദ്ധങ്ങളാണ് സന്താനങ്ങൾക്കും സമ്പത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടയിൽ സംഭവിച്ചതെല്ലാം. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, മരിക്കുന്നതിന് മുമ്പ്, മരണമെത്തുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നന്നാവ്. മരണമെത്തുമ്പോ നിങ്ങൾ പറയും എന്താ പറയാ, ഞാൻ നന്നാവും പഠിച്ചോനെ, ഞാൻ സ്വതക്ക ചെയ്തോളാം റബ്ബേ, നിസ്കരിച്ചോളാം റബ്ബേ, നോമ്പെടുത്തോളാം റബ്ബേ, ഹലാലും ഹറാമും ഒക്കെ പരിഗണിച്ചോളാം റബ്ബേ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്തോളാം റബ്ബേ, അയൽവാസികളെ ആദരിച്ചോളാം റബ്ബേ, അനാഥകളെ പരിഗണിച്ചോളാം റബ്ബേ. എന്തെല്ലാം നന്മകളുണ്ടല്ലോ, ആ നന്മകളെല്ലാം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും. ഒരല്പം പോലും സമയം, ഒരു സെക്കൻഡ് പോലും അള്ളാഹു നമുക്ക് നീട്ടിത്തരൂല എന്നാണ്. നമ്മൾ ധരിച്ച ഈ വസ്ത്രത്തിന്റെ കുടുക്കിട്ടത് നമ്മുടെ കരങ്ങളാണെങ്കിൽ ഇത് അഴിച്ചു മാറ്റുക മയ്യത്ത് കുളിപ്പിക്കുന്നവന്റെ കരങ്ങളാണോ എന്ന് പോലും അറിയാത്ത, അത്രയും നിസാരനായ, അത്രയും അറിവില്ലാത്ത, അത്രയും ദുർബലനായ മനുഷ്യനാണ് ഞാനും നിങ്ങളും എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ജീവിതത്തെ ഗൗരവമായി കാണുകയും പരലോകത്തെ രക്ഷ, പരലോകത്തെ വിജയം അത് നേടിയെടുക്കാൻ ശ്രമിക്കുകയും വേണം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ദുനിയാവിലെല്ലാം നേടി എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുത്ത് മരണപ്പെട്ടു പോകാമെന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ഒരു വിശ്വാസിയുടെ ലക്ഷ്യം അതല്ല. ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ദുനിയാവിലെല്ലാം നേടിയിട്ട് അങ്ങനെ മരണപ്പെട്ടു പോകലാണോ? ഒരിക്കലും അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലെത്തി, അനുവാദം ചോദിച്ചു. പ്രവാചകൻ അനുമതി നൽകി. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നിടത്ത് ഉമർ റളിയല്ലാഹു അൻഹു വന്നിരുന്നു. പ്രവാചകന്റെ പുറത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നിരുന്ന ഈത്തപ്പനയോലയുടെ പാടുകൾ പ്രവാചകന്റെ പുറത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അലമാരിയിലേക്ക് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് ഒരു പിടി ഗോതമ്പ് മാത്രം. അവിടെ ആ മൂലയിൽ എന്തോ ചില തോലുകൾ ഉറക്കിടാൻ വേണ്ടി, ശുദ്ധിയാക്കാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഒരു അലങ്കാരവും ഇല്ല, ഒരു സോഫയും ഇല്ല, ഒരു പട്ടുമത്തയും ഇല്ല, അലങ്കരിക്കപ്പെടുന്ന ഒന്നുമില്ലാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ റൂം കണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നനഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് റസൂൽ, ഉമർ എന്തിനാ കരയുന്നത്? എന്തിനാ ഉമറേ നീ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അങ്ങയുടെ പുറത്തെ ഈ തപ്പനയോലയുടെ പാടുകൾ, ആ പാടുകൾ കാണുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. ഞങ്ങൾ ഒരു ഒരു പുതപ്പ് താങ്കൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിത്തരട്ടെയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ, ഞാനും ഈ ദുനിയാവും തമ്മിലുള്ള ബന്ധമുള്ള, ഞാനൊരു വഴിയാത്രക്കാരൻ, ഒരു വഴിയാത്രികൻ. എന്റെ യാത്ര അവസാനിച്ചാൽ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള എന്റെ യാത്ര മാത്രമാണ് ഐഹിക ജീവിതം. ഞാനും ഈ ദുനിയാവും തമ്മിൽ ഒരു ബന്ധവുമില്ല ഉമർ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, ആ കിസ്റയും കൈസറും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് നബിയെ ജീവിക്കുന്നത്, എത്ര സുഭിക്ഷമായ ഭക്ഷണമാണ് നബിയെ അവർ കഴിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അവരെക്കാളും പദവിയുള്ള ആൾ, അവരെക്കാളും ആദരണീയനായ ആൾ, അവരെക്കാൾ ബഹുമാനിക്കപ്പെടുന്ന ആൾ അങ്ങല്ലയോ? അങ്ങ് കൽപ്പം കൂടി ഒരു നിലവാരമുള്ള ഒരു ജീവിതം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരികെ ചോദിക്കാൻ, ഉമറേ, അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവും, ആ ഡീൽ എങ്ങനെയുണ്ട്? അവർക്ക് ദുനിയാവും നമുക്ക് പരലോകവും. ഉമറേ, അതിൽ തൃപ്തനല്ലയോ താങ്കൾ? ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, നബിയെ, തൃപ്തനാണ്, അത് മതി. നോക്കൂ നിങ്ങൾ, ദുനിയാവിലെല്ലാം നേടണമെന്ന ആഗ്രഹമാണ് നമ്മെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്നത്, നമ്മെ കൊണ്ട് പല തെറ്റുകളും ചെയ്യിപ്പിക്കുന്നത്. ദുനിയാവിൽ എല്ലാം നേടിയെടുക്കണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം എന്ന ചിന്തയാണ്. എല്ലാ സൗകര്യങ്ങളും ദുനിയാവിൽ നേടിയെടുക്കുക എന്നത് ഒരു വിശ്വാസി ഒരിക്കലും അവന്റെ മനസ്സിൽ വെക്കേണ്ടതില്ലാത്ത ലക്ഷ്യമാണെന്ന് ഖുർആൻ പറഞ്ഞു. പരലോകത്ത് മനുഷ്യൻ ഹാജരാക്കി കഴിഞ്ഞാൽ 3 വിഭാഗമായിരിക്കും ഉണ്ടാവുക. മനുഷ്യരിൽ 3 വിഭാഗം ആളുകൾ ഉണ്ടാവും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ ആ കാര്യം അല്ലാഹു പറഞ്ഞു. ഒന്ന് അസ്സാബിഖൂൻ, മറ്റൊന്ന് വലതുപക്ഷക്കാർ, മൂന്നാമത്തത് അസ്ഹാബുൽ മസ്അമ, ഇടതുപക്ഷക്കാർ. നാട്ടിലെ വലതുപക്ഷവും ഇടതുപക്ഷവും അല്ല. അസ്സാബിഖൂൻ എന്ന് പറഞ്ഞാൽ നന്മയിൽ മുന്നിക്കടന്നവർ, ഉലൈകൽ മുഖറബൂൻ, അവരാണ് ഏറ്റവും അല്ലാഹുവിനോട് അടുത്തു നിൽക്കുന്നവർ, ധാരാളം നന്മകൾ പ്രവർത്തിച്ചവർ. റസൂലുള്ളാഹി പറഞ്ഞു, സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അതിന് വിവിധ തട്ടുകളുണ്ട്.
സ്വർഗം എന്ന് പറയുന്നത് അതിന് വിവിധ തട്ടുകളുണ്ട്. ഏറ്റവും മുകളിലെ തട്ടിലുള്ള മനുഷ്യനെ ഏറ്റവും താഴെയുള്ള തട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ കാണുക, നമ്മൾ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോ നക്ഷത്രങ്ങളെ എങ്ങനെ കാണുന്നുവോ അതുപോലെയായിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പഠിപ്പിച്ചു. ആ സ്വർഗത്തിൽ വിവിധ തരത്തിലുള്ള തട്ടുകളിൽ മനുഷ്യർ അവർ ചെയ്ത അമലുകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുമെന്നാണ് നബി പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ അസ്ഹാബിക്കൂനാണ്. മറ്റൊന്നാരാണ്? അസ്ഹാബുൽ മൈമനയാണ്. അസ്ഹാബുൽ യമീൻ എന്ന് ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്. വലതുപക്ഷക്കാർ, അവർ നന്മ ചെയ്തവരാണ്. അസ്ഹാബിക്കൂൻ വളരെ കുറച്ചേ ഉണ്ടാവൂ. ഖുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. ആദ്യ കാലഘട്ടത്തിൽ നിന്ന് കുറെ പേർ, അവസാന കാലഘട്ടത്തുമ്പോ വളരെ കുറച്ചു പേർ. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളിൽ നിന്ന് വളരെ കുറച്ചു പേർ മാത്രമാണ് അസ്ഹാബിക്കൂനിൽ പെടുക. പിന്നെയും ഖുർആൻ പറഞ്ഞു അസ്ഹാബുൽ യമീൻ ആരെന്നറിയോ, അല്ലെങ്കിൽ അസ്ഹാബുൽ മൈമന ആരെന്നറിയുമോ? അത് ഖുല്ലത്തും മിനൽ അവ്വലീൻ വഖുല്ലത്തും മിനൽ ആഖിരീൻ. ആ പൗരാണികരിൽ നിന്നും ആധുനികരിൽ നിന്നും ഒരു സംഘം ആളുകൾ അതിലുണ്ടാവും. പിന്നെ നബി പറഞ്ഞു, ഖുർആൻ പറഞ്ഞു അസ്ഹാബുൽ മശ്അമ അല്ലെങ്കിൽ അസ്ഹാബുൽ ശിമാൽ, ഇടതുപക്ഷക്കാർ അഥവാ നരകത്തിന്റെ ആളുകൾ. എന്താണ് അവരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും എത്തിച്ചത്? വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സ്വർഗത്തിൽ എത്തേണ്ടതിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിൽ എത്തുന്നതിന്റെ കുറെ കാരണങ്ങൾ പഠിപ്പിച്ചു, നരകത്തിലേക്ക് എത്തുന്നതിന്റെ കുറെ കാരണങ്ങൾ പഠിപ്പിച്ചു. വളരെ സിമ്പിളായി വിശ്വാസികളോട് പരലോകത്തിന്റെ താത്വികമായ അവലോകനങ്ങളിലേക്ക് കടക്കുന്നതിനപ്പുറം വിശ്വാസികളായ നമ്മളോട് ഖുർആൻ പറഞ്ഞ സ്വർഗമാർക്കാണ് നരകമാർക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആർക്കാണ് സ്വർഗം എന്നറിയുമോ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക്, പടച്ചവനെ പേടിച്ചവർക്ക് ജീവിതത്തിന്റെ അനുനിമിഷങ്ങളിലും ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന തിരിച്ചറിവിൽ ജീവിച്ചവർ. وهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലതു കരങ്ങളിലേക്ക് കർമ്മരേഖ കൈമാറുന്ന മനുഷ്യൻ അവൻ സന്തോഷത്തോടെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഓടി നടക്കുന്നതാണ്. എന്നിട്ട് പറയും നോക്ക്, എന്റെ ഗ്രന്ഥം ഒന്ന് നോക്ക്, എന്റെ കർമ്മരേഖ ഒന്ന് നോക്ക്, ഒന്ന് വായിച്ചു നോക്ക്. ഇങ്ങനെ ഒരു വിചാരണയെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എന്റെ ജീവിതത്തെ പരിപൂർണമായും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. അവൻ സന്തോഷകരമായ ജീവിതത്തിലാണ്, ഉന്നതമായ സ്വർഗത്തിലാണ്, ആഗ്രഹിക്കുന്നതെല്ലാം അവിടെയുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നാലോ ഇടതു കരങ്ങളിലേക്ക് കർമ്മരേഖ കൈമാറപ്പെടുമ്പോ നിർഭാഗ്യവാനായ ആ മനുഷ്യൻ പറയുമത്രേ, ഈ ഗ്രന്ഥം എനിക്ക് നൽകാതിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിചാരണയെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവൻ വളരെ നിരാശയോടെ പറയത്രേ, എന്റെ അധികാരം, എന്റെ സമ്പത്ത്, എനിക്കുള്ളതെല്ലാം നശിച്ചു പോയല്ലോ, എന്റെ പേര് അല്ലാഹു എന്താണ് വിധിക്കുക എന്ന് എനിക്കറിയില്ലല്ലോ എന്നവൻ നിരാശയോടുകൂടി പറയുമ്പോ അല്ലാഹു മലക്കുകളോട് പറയത്രേ, പിടിക്ക്, ബന്ധിക്ക്, 70 മുഴം നീളമുള്ള ചെങ്ങലകളെ അവനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയൂ. അവൻ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവൻ പാവപ്പെട്ടവരുടെ ഭക്ഷണ കാര്യത്തിൽ പ്രോത്സാഹനം നൽകിയിരുന്നില്ല. ലേഹേച്ഛയും സ്വന്തം കാര്യവും സ്വാർത്ഥതയും മാത്രമായി ജീവിച്ചൊരു മനുഷ്യൻ. എന്നാൽ ആർക്കാണ് അല്ലാഹു നരകം കൊടുക്കുക? അതിക്രമം കാണിച്ചവർ അവർക്കാണ് അല്ലാഹു ദുനിയാവിനെ പരലോകത്തെക്കാളും
ദുനിയാവിന് പ്രാധാന്യം കൊടുത്തവർ അവർക്കാണ് അള്ളാഹു നരകം കൊടുക്കുക, അവർക്കാണ് അള്ളാഹു നരകം ഏർപ്പാട് ചെയ്യുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായി ഒരു വിഭാഗം പരലോകത്ത് വരും. തിഹാമ പർവ്വതത്തോളം സൽക്കർമ്മങ്ങളുമായി കുറച്ച് ആൾക്കാർ പരലോകത്ത് വരും. അവരുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു പൊടിയാക്കി ഇങ്ങനെ ഊതിക്കളയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അത്ഭുതത്തോടെ സഹാബത്തിരുന്നു. അവർ ചോദിച്ചു, നബിയെ, ആരാണവർ? സൽക്കർമ്മങ്ങൾ ഒരു പർവ്വതം നിറയെ, ഒരു പർവ്വതത്തോളം കൂമ്പാരം സൽക്കർമ്മങ്ങൾ. ആ സൽക്കർമ്മങ്ങളുമായി പരലോകത്ത് വരുന്ന ഒരു വിഭാഗം, അവരുടെ സൽക്കർമ്മങ്ങളെല്ലാം അല്ലാഹു മൂല്യമില്ലാതാക്കുന്നു. ആരാണവർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ട ആൾക്കാരാണ്. നിങ്ങൾ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുന്നു, നിങ്ങൾ ഖുർആൻ ഓതുന്നത് പോലെ ഖുർആൻ ഓതുന്നു, നിങ്ങൾ രാത്രികളെ സ്വീകരിക്കുന്നത് പോലെ അവരും രാത്രികളെ സ്വീകരിക്കുന്നു. നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോറ്റവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഉംറ ചെയ്തവരാണ്, സദഖ ചെയ്തവരാണ്. പക്ഷേ അവരൊറ്റക്കായാൽ, ആരുമില്ലാത്ത ഇടങ്ങളിൽ എത്തിയാൽ, പരിചയമില്ലാത്ത ഇടങ്ങളിൽ എത്തിപ്പെട്ടാൽ, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നവരാണവർ. അള്ളാഹുവിന്റെ അതിർത്തികൾ ലംഘിക്കുന്നവരാണവർ. ഞാൻ അവസാനിപ്പിക്കുന്നു. സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ട് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ജിബ്രീൽ, ആ സ്വർഗം ഒന്ന് പോയി കണ്ടുവരും, ആ നരകവും ഒന്ന് പോയി കണ്ടുവരും. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കണ്ടു. അവിടെ അനുഭൂതികൾ കണ്ടു. വിശ്വാസികൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹരമായ സൗകര്യങ്ങൾ കണ്ടു. അള്ളാഹുവിന്റെ രീതിയിൽ ഒന്ന് പറഞ്ഞു, പടച്ചോനെ, ഈ സ്വർഗത്തെ കുറിച്ച് കേൾക്കുന്ന എല്ലാവരും ഈ സ്വർഗത്തെ പ്രവേശിക്കും. കാരണം നീ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം അത്രയാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ കാണാൻ കഴിയാത്ത അത്ര മനോഹരമായ സ്വർഗം. അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞു, ജിബ്രീൽ, ഒന്നുകൂടി പോയി വാ. ജിബ്രീൽ സ്വർഗം വീണ്ടും കാണാൻ പോകുമ്പോ അള്ളാഹു ആ സ്വർഗത്തിന് ചുറ്റും മനുഷ്യന് പ്രയാസത്തോടുകൂടി മാത്രം, ത്യാഗം ചെയ്ത് മാത്രം ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളാൽ അള്ളാഹു സ്വർഗത്തെ ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. തിരികെ വന്ന് ജിബ്രീൽ അള്ളാഹുവിനോട് പറയുന്നുണ്ട്, പടച്ചോനെ, ഈ സ്വർഗത്തിൽ ആരെങ്കിലും പ്രവേശിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം മനുഷ്യന് പ്രയാസകരമായ ത്യാഗത്തോടുകൂടി അവന്റെ സുഖങ്ങൾ ഒഴിവാക്കി അവന്റെ ദേഹേച്ഛകളോട് പടവെട്ടി മാത്രം ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളാലാണ് സ്വർഗത്തെ ഇങ്ങനെ വലയം ചെയ്തിരിക്കുന്നത്. അത് ചെയ്താൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തൂ. അതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വർഗത്തിലെത്തുന്ന എനിക്ക് തോന്നണില്ല. അള്ളാഹു വീണ്ടും പറഞ്ഞു, ജിബ്രീൽ, നരകമൊന്നും പോയി കണ്ടുവാ. നരകം കണ്ട ജിബ്രീൽ പേടിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുന്നുണ്ട്. അള്ളാഹുവോട് പറയുന്നുണ്ട്, പടച്ചോനെ, നിന്റെ പ്രതാപം തന്നെ സത്യം. നരകത്തെ അറിയുന്ന ഒരു മനുഷ്യനും ഈ നരകത്തിൽ പ്രവേശിക്കൂല, ഒരാളും ഈ നരകത്തിൽ പ്രവേശിക്കൂല. കാരണം അതിഭയാനകമായ ഈ ശിക്ഷകൾ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്ന് ഏതൊരു വ്യക്തിയും കൊതിക്കും. അതുകൊണ്ട് ഒരാളും നരകത്തിൽ പോകില്ല. അള്ളാഹു പറഞ്ഞു, ജിബ്രീൽ, ഒന്നുകൂടി പോയി വാ. രണ്ടാമതും ജിബ്രീൽ അലൈഹിസ്സലാം നരകം കണ്ടു എന്നാണ്. അവിടെ എത്തുമ്പോഴതാ മനുഷ്യന്റെ മനസ്സാഗ്രഹിക്കുന്ന, ഒരാളും നിർബന്ധിച്ചില്ലെങ്കിലും ആരും പിടിച്ചോണ്ട് പോയില്ലെങ്കിലും മനുഷ്യൻ തന്നെത്താൻ ചെയ്യുന്ന ഒട്ടനവധി ദേഹേച്ഛകളാൽ, ശഹവാക്കുകളാൽ നരകം ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. തിരികെ വന്ന അള്ളാഹുവിനോട് ജിബ്രീൽ പറയുന്ന ഒരു കമന്റ് ഉണ്ട്, അള്ളാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ശഹവാക്കുകൾ, അവന്റെ മനസ്സ് കൊതിക്കുന്ന അവന്റെ ദേഹേച്ഛകൾ, അതിലേക്ക് അവൻ സ്വാഭാവികമായും എത്തിച്ചേരും. അങ്ങനെ അവൻ നരകത്തിൽ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്ര എളുപ്പത്തിലൊന്നും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന്, നരകമോചനം നേടാമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ദുനിയാവിൽ തന്നെ ഒരു ജോലി നേടിയെടുക്കാൻ എത്ര ബുദ്ധിമുട്ടാ, എത്ര പരീക്ഷ എഴുതണം, എത്ര ഉറക്കൊഴിക്കണം, എത്ര നാൾ നടക്കണം, എത്ര വിയർപ്പൊഴുക്കണം, അല്ലെ? സമ്പത്തുണ്ടാക്കാൻ പരലോകം, സ്വർഗം വെറുതെ കിട്ടുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാതി പറയാൻ വന്ന സഹാബത്ത്, എന്താ അവരുടെ പരാതി എന്നറിയോ? നബിയെ, നിങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ കണ്ടില്ല നബിയെ, ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ കണ്ടില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഖുർആനിൽ ആയത്ത് കൊടുത്തു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതഹുൽ ബഅസാഉ والضراء وزلزلوا حتى يقول
റസൂൽ വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. മുൻഗാമികൾ വിശ്വാസിയായതിന്റെ പേരിൽ അനുഭവിച്ചു തീർത്ത മർദ്ദനങ്ങളുണ്ടല്ലോ, അവർ അനുഭവിച്ചു തീർത്ത വേദനകളും സങ്കടങ്ങളും ഉണ്ടല്ലോ, ആ സങ്കടങ്ങളൊന്നും സഹിക്കാതെ സ്വർഗത്തിലേക്ക് അങ്ങ് പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എന്നാണ് സഹാബത്തിനോട് ഖുർആൻ ചോദിച്ചത്. അതുകൊണ്ട് അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ സന്തോഷവും സമാധാനവും സൗകര്യവും പരിപൂർണമായ ആഹ്ലാദവും മാത്രമുള്ള ഐഹിക ജീവിതത്തിൽ ജീവിക്കുന്ന നമ്മൾ എങ്ങനെ സ്വർഗത്തിൽ പോകുമെന്ന് ആലോചിക്കുക. റമദാൻ നമ്മളെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ വന്ന മാസമാണ്, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന മാസമാണ്. എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തി നേടുകയും ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള അവസരമാണ് റമദാൻ. റമദാൻ ഒരു രാത്രിയുണ്ട്, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാളും ഉത്തമമായ ഒരു രാത്രി, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രി. ആ രാത്രിയിലെ നിസ്കാരത്തെ കുറിച്ച് റസൂൽ പറഞ്ഞു, ആ രാത്രിയിൽ നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. പാപം പൊറുക്കാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല, ഇസ്തിഗ്ഫാറില്ലാതെ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അള്ളാഹു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുക 3 വിധത്തിലാണ്. ഒന്ന്, അയാളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ദാനധർമ്മങ്ങളും ഒക്കെ സ്വീകരിക്കും. 2, തൗബയും ഇസ്തിഗ്ഫാറുമാണ്. 3, നരകത്തിലേക്ക് ശിക്ഷിച്ച് അവൻ ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ അനുഭവിപ്പിച്ചതിനു ശേഷം ഈമാനുള്ളവനെങ്കിൽ തൗഹീദുള്ളവനെങ്കിൽ അവനെ അള്ളാഹു സ്വർഗത്തിലാക്കുമെന്നാണ്. 3ാമത്തെ ഓപ്ഷൻ അസഹനീയമാണ്. അതുകൊണ്ടാണ് സഹാബത്ത് പ്രാർത്ഥിച്ചത്, അള്ളാഹുവേ ഒരു ചാട്ടവാർ വെക്കാനുള്ള ഇടമെങ്കിലും സ്വർഗത്തിൽ എനിക്ക് തരണേ എന്ന്. ഒരു ചാട്ടവാർ വെക്കാനുള്ള ഇടമെങ്കിലും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടി ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഹുദൈഫ, മദീനയിലെ മുനാഫിക്കുകളുടെ പേര് അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ, ഉമറിന്റെ പേര് ആ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കണം എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം എന്തെന്നറിയുമോ? പരലോകത്തെത്തുമ്പോൾ രക്ഷപ്പെടണമെന്ന അതിയായ ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, പരലോകമാണ് സത്യം, അതാണ് ജീവിതം. ഇന്നൽ ഐശ ഐശുൽ ആഖിറ, ഇന്നൽ ഐശ ഐശുൽ ആഖിറ. തീർച്ചയായും ജീവിതം എന്നത് പരലോക ജീവിതമാണെന്ന പ്രവാചക വചനം ഹൃദയത്തിൽ ഉണ്ടാവണം. ജീവിതത്തിന്റെ മുഴുവൻ നിമിഷങ്ങളിലും നമ്മെ നിയന്ത്രിക്കുന്നത് പരലോക ബോധമാവണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തുപോയ വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും തിന്മകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വിശുദ്ധ റമദാനിലെ നമ്മുടെ നോമ്പും നിസ്കാരവും നമ്മുടെ ഖുർആൻ പാരായണങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അവയിൽ സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. വരാനിരിക്കുന്ന റമദാനിന്റെ ബാക്കി ദിനങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയോടെ റമദാനിലെ നോമ്പും മറ്റു ആരാധനകളിലും മുഴുവൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റമദാൻ അവസാനിക്കുമ്പോഴേക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്ന സ്വർഗാവകാശിയായി തീരുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ റമദാനുകളിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കൾ, അവർ അള്ളാഹുവെ നിന്റെ വിളിക്കുത്തരം നൽകി നിന്നിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. അള്ളാഹുവെ അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവണേ. അള്ളാഹുവെ രോഗികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, ഈ റമദാനിൽ നോമ്പെടുക്കാൻ പോലുമുള്ള സാഹചര്യമില്ലാതെ രോഗത്താൽ പ്രയാസപ്പെടുന്നവർ, അവരുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ നാഥ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി ഇസ്തിഗ്ഫാറും മഗ്ഫിറത്തും മർഹമത്തും അവർക്ക് നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.